ഹായ് ഹലോ നമസ്കാരം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു യെസ് ടു പോസിറ്റീവ്. കുറച്ച് കാലമായി നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട് പതിവ് പല്ലവി തന്നെ സമയമില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാനിവിടെ ഇല്ലായിരുന്നു, ഇതൊക്കെ തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. സത്യമായിട്ട് സമയമില്ലാത്തത് കൊണ്ടാണ്, വളരെ തിരക്ക് കൂടി വരുന്ന ഒരു സിറ്റുവേഷനാണ്. അതുകൊണ്ടാണ്, കാരണം ഒത്തിരി ആളുകളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ കുറേ അധികം നാട്ടിൽ നിന്നൊക്കെ പേഷ്യൻസ് വരുമ്പോൾ നമ്മൾ അവരെ ടേക്ക് കെയർ ചെയ്യണമല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ് കേട്ടോ വീഡിയോ ചെയ്യാൻ പറ്റാഞ്ഞത്. പിന്നെ കുറച്ച് ഫാമിലി പരമായിട്ടുള്ള കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ക്ലയൻറ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ വീഡിയോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണും, നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പം ശരിയായിട്ട് വരുവാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത് എന്ത് കാര്യമാണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിനുശേഷമാണ് പറഞ്ഞത്, നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഒരു 2019-18 കാലഘട്ടത്തിൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ, മീഡിയ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയും അവിടുത്തെ ലൈംഗിക ചൂഷണത്തെ പറ്റിയും അവർ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിനെ പറ്റിയും അവർ നടത്തുന്ന ബിസിനസ്സുകളെ പറ്റിയും ഒക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. കാരണം നമ്മളിത് ചെയ്യുന്നത്, നമ്മൾ മറ്റ് ആൾക്കാർ അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കാം എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി പറയുമ്പോൾ നമ്മളിത് അങ്ങനെയാണ് എന്ന് പറയാൻ ഞങ്ങൾക്ക് റൈറ്റ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തികളൊക്കെ, അതായത് ഈ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ ഞങ്ങളോട് വന്നിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇടയ്ക്കാണ് സീക്രട്ട് ട്രീറ്റ്മെൻറ്റിന് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതിൻ്റെ പിന്നമ്പുറ കഥകളും ഇതിനകത്ത് നടക്കുന്ന കൃത്യമായിട്ടുള്ള കാര്യങ്ങളും ഇതിനകത്തെ ചതിക്കുഴികളും ഒക്കെ ഞങ്ങൾക്കറിയാം. ഈ ഒരു ഫാഷൻ അല്ലെങ്കിൽ ആ ഒരു ലൈം ലൈറ്റിൽ നിൽക്കാനായിട്ട് എന്തുമാത്രം സ്ട്രഗിൾ ചെയ്യണം, അല്ലെങ്കിൽ ആരെയൊക്കെ പ്രീതിപ്പെടുത്തണം. ഈവൻ ലൈം ലൈറ്റ് പോലും വേണ്ട, ഒരു സാധാരണ FM റേഡിയോയിൽ ഒരു RJ ബൂസ്റ്റായി വരാൻ, അല്ലെങ്കിൽ RJ ഒന്ന് കയറി വരാനായിട്ട് അവിടെ അവരാരെയൊക്കെ പ്രീതിപ്പെടുത്തണം എന്നുള്ളത് കാര്യങ്ങൾ വരെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യം പറയുന്നത്. അതെന്തോ ആയിക്കോട്ടെ, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നമ്മളുടെ യുവതലമുറ എത്രമാത്രം ഡ്രഗ്സിന് അടിമപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്നത് മഞ്ഞുമലയുടെ ഒരു ഭാഗം മാത്രമാണെന്ന് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തമിഴ്നാട് സർക്കാർ, ഇപ്പോൾ ഞങ്ങൾ തമിഴ്നാട്ടിൽ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ഇവിടെ പറയുന്നത്. നമ്മൾ മലയാളം മീഡിയാസ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ അവിടെ ന്യൂസ് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. തമിഴ്നാട്ടിൽ ഗവൺമെൻറ്റിൽ മാത്രം ഒരു കഴിഞ്ഞ ഒരു കൊല്ലം 25,000-ഓളം പുതിയ കുട്ടികളിൽ, അതായത് ചെറുപ്പക്കാരിൽ പോസിറ്റീവായിട്ടുള്ള HIV പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ട്സൊക്കെ അവരെ പബ്ലിഷ് ചെയ്യുകയുണ്ടായി. കേരളം പോലെയല്ല, തമിഴ്നാട്ടിൽ ഒരുപാട് സ്ഥലത്ത് NGOs ഉണ്ട്, ഫ്രീ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന സ്ഥലമുണ്ട്. അതുപോലെ പ്രൈവറ്റ് ട്രീറ്റ്മെൻറ്റ്, ഞങ്ങളെപ്പോലെ തന്നെ ഭയങ്കര സ്വകാര്യത സൂക്ഷിച്ച് പ്രൈവറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. കോയമ്പത്തൂർ, സേലം, ചെന്നൈ, എല്ലായിടത്തും ഉണ്ട്. അപ്പം അവിടുത്തെ ഒന്നും കണക്കുകൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിലില്ല, അത് നമ്മൾ കൊടുക്കാറില്ല. അതായത് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്, പ്രൈവറ്റിൽ വരുന്നവർ അവരവരുടെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കാൻ വേണ്ടിയാണല്ലോ പ്രൈവറ്റിൽ വരുന്നത്. ഡേറ്റാസ് ഒന്നും ലീക്ക് ആകരുതെന്ന് വെച്ചിട്ടാണല്ലോ പ്രൈവറ്റിൽ വരുന്നത്. അപ്പം ഇങ്ങനെയുള്ളവരുടെ ഒന്നും ഡേറ്റാസ് കൊടുക്കാറില്ല. എന്നിട്ട് പോലും ഗവൺമെൻറ്റിൻ്റെ മാത്രം കണക്കാണിത്. അപ്പോൾ ശരിക്കുള്ള കണക്കുകൾ എത്ര വലുതായിരിക്കും എന്ന് നിങ്ങളൊന്ന് ഉദ്ദേശിച്ച് നോക്കുക. അതേമാതിരി തന്നെ നമ്മുടെ നാട്ടിൽ ചെറിയ കുട്ടികൾക്ക്, അതായത് ഒരു 17 തൊട്ട് ഒരു 24-25 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ധാരാളമായിട്ട് പോസിറ്റീവ് ആകുന്ന കേസുകളുണ്ട്. നമ്മൾ ഇവരോടൊക്കെ സംസാരിച്ച് വരുമ്പോൾ ഇവർ പലപ്പോഴും സെക്സ് വർക്കേഴ്സായിട്ട്, ആൺകുട്ടികളൊക്കെ സെക്സ് വർക്കേഴ്സായിട്ട് പോകുന്ന ധാരാളം ആളുകളെ ഇപ്പോൾ പുതുതായിട്ട്, അതായത് കഴിഞ്ഞ ഒരു 2000 തൊട്ടൊക്കെ, അതായത് 2019-2000 ആ ഒരു കാലഘട്ടം തൊട്ട് ഈ സെക്ഷുവലി പോകുന്ന, അതായത് പണം വാങ്ങി ഇതിന് പോകുന്ന പെയ്ഡായിട്ടുള്ള ആൺകുട്ടികളുടെ എണ്ണം വളരെയേറെ കൂടിയിട്ടുണ്ട്. അതേമാതിരി തന്നെയാണ് എല്ലാ മേഖലയിലും എന്ന് ഓർക്കുക. ഇപ്പം ഫസ്റ്റ് HIV പോസിറ്റീവായിട്ട് ഇപ്പോൾ 10 പേര് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് 8 പേര് അല്ലെങ്കിൽ 7 പേരും സുവർഗാൻഡ്രാകൾ അല്ലെങ്കിൽ ബൈസെക്ഷൽസ് ആയിട്ടുള്ള ആളുകളായിരിക്കാം ഞങ്ങളുടെ ഇവിടെ വരുന്നത്. അത് പറയുമ്പോൾ പല ആൾക്കാരുടെയും നെറ്റി ചുളിക്കാറുണ്ട്, LGBTക്കാർക്ക് കലിപ്പ് വരാറുണ്ട്. ഞങ്ങൾ 100% LGBT ഫ്രണ്ട്ലിയാണ്. കാരണം നമ്മളിത് പറയേണ്ടത് ഞങ്ങളുടെ ബാധ്യതയാണ്. കാരണം ആ ഒരു കമ്മ്യൂണിറ്റി വഴിയാണ് ഏറ്റവും കൂടുതൽ രോഗം സ്പ്രെഡ് ആവുക തന്നെ ചെയ്യുക, അല്ലെങ്കിൽ സുവർഗാനുരാഗത്തിലൂടെയാണ് ഏറ്റവും കൂടുതൽ ഇതാകുന്നത്. അതിനകത്ത് നല്ല ആൾക്കാരില്ല എന്നല്ല ഞാൻ പറയണേ, നല്ല ആൾക്കാരുണ്ട്. പക്ഷേ പലപ്പോഴും ആൾക്കാർ കോണ്ടം യൂസ് ചെയ്യാനായിട്ട് ഉള്ള ബുദ്ധിമുട്ട് കൊണ്ടോ, അല്ലെങ്കിൽ കോണ്ടം യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടോ ഒക്കെയാണ് ഇങ്ങനെയൊക്കെ പോകുന്നത്. മറ്റൊരു കാര്യം,
ഡ്രഗ്സിൻ്റെ കാര്യമാണ്. ഇപ്പം എനിക്ക് ഭയങ്കര വിഷമത്തോടുകൂടി ഞാൻ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തി MDMA എടുക്കുന്ന ഒരു പയ്യനാണ്, കൊച്ചിയിലുള്ളതാണ്, കൊച്ചി സ്വദേശിയാണ്. അപ്പോൾ ഈ പയ്യനെ വീട്ടുകാർ 58 ദിവസം ഹോസ്പിറ്റലിൽ കെട്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുപ്പിച്ചു. വീട്ടിലെ അമ്മയും സഹോദരങ്ങളും ഒക്കെ കളിച്ച് ഇവൻ വയലൻ്റ് ആകുമ്പോൾ കാത്തിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ പയ്യൻ പോസിറ്റീവാണ്, HIV പോസിറ്റീവാണ്. അതിനുശേഷം വീണ്ടും പുറത്തിറങ്ങി ഒരു മാസം ഒറ്റ മാസം ആ തള്ളയുടെ കണ്ണുനീര് പോലും അവൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒറ്റ മാസത്തിനുള്ളിൽ വീണ്ടും പുള്ളി പഴയ വഴി MDMA യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്നോട് തമാശ രൂപേണ എന്നോട് പറഞ്ഞ സംഭവമാണ്, സാറേ എനിക്ക് ഇതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഞാനിപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് ആകെ ഒരു ഗുണം കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടുകാരറിയാതെ ഇത് എടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായി. അതുമാത്രമാണ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ തലമുറ എങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. വീട്ടുകാരോടുള്ള ആ ഒരു കാര്യങ്ങളോ അല്ലെങ്കിൽ ചില സമയത്ത് അവർക്ക് തന്നെ കൺട്രോൾ കിട്ടായികയായിരിക്കാം. അതേമാതിരി തന്നെ ഇതുപോലുള്ള ലഹരി പദാർത്ഥങ്ങൾ നമ്മൾ തെറ്റായിട്ടുള്ള സ്ഥലങ്ങളിൽ കുത്തിവെക്കുന്നത് കൊണ്ട് അതുമൂലം ഉണ്ടാകുന്ന ചില ഓർഗൻ ഡാമേജുകൾ, ചില പെർമനൻറ്റ് ഡിസീസ്, ലൈഫ് ലോങ് ഇത് ഓർമ്മിക്കത്തക്ക രീതിയിലുള്ള അസുഖങ്ങൾ വന്നിട്ടുള്ള ആളുകളെ നമുക്കറിയാം. ഈ അടുത്ത് ചേർത്തലയിൽ നിന്നൊരു പയ്യൻ ഇതുപോലെ വന്നു. അത് ഭയങ്കര ട്രാജഡിയാണ്, നമുക്കത് ഇവിടെ പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ കുറേയധികം ആളുകൾ ഇതുപോലെ ഈ മയക്കുമരുന്നും അനുബന്ധ പ്രശ്നങ്ങളും പ്ലസ് HIV മറ്റ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകളും ഒക്കെ ആയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നതാണ് ഞാൻ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട്, അതായത് കഴിഞ്ഞ 2-3 കൊല്ലങ്ങളായിട്ട് ഭയങ്കരയേറെ കൂടിയതായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്, ഞാൻ ഈ വീഡിയോ മെയിനായിട്ടും ചെയ്യാനായിട്ടുള്ള കാര്യം, പല ആളുകളും നമുക്ക് മെസ്സേജ് അയക്കും. ഇവർ മെസ്സേജ് അയക്കുന്ന ആളുകളുടെ പ്രൊഫൈൽസ് എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ അവർ ഭയങ്കര ഹൈ പ്രൊഫൈലായിട്ടുള്ള ആളുകളായിരിക്കും, വലിയ സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും. എന്നിട്ടും ചിലർ ഭയങ്കര ബാലിഷ്യമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഉള്ളത്. കൊതു കുത്തിയാൽ HIV ട്രാൻസ്മിറ്റ് ആവുമോ, അതുപോലെ തുപ്പലിലൂടെ HIV ഇതൊക്കെ നമ്മൾ എന്താ പറയുക, കൊച്ചു ക്ലാസ്സുകളിൽ എനിക്ക് തോന്നുന്നു 6-ലോ 7-ലോ ഇപ്പോൾ CBSE അതിലും താഴെയാന്ന് തോന്നുന്നു, അങ്ങനെയൊക്കെ പഠിക്കുന്നതാണ് അങ്ങനെ ഒന്നും HIV ട്രാൻസ്മിറ്റ് ചെയ്യത്തില്ല എന്നുള്ളത്. ഇത്രയും ചെറിയ കാര്യങ്ങൾക്കൊക്കെ ആളുകൾ ഞങ്ങളുടെ സമയവും മെനക്കെടുത്തി അവരുടെ പണവും മുടക്കി ഞങ്ങളെ HIV റിസ്ക് അനലൈസിങ്ങിനെ വിളിച്ചിട്ട് ചോദിക്കുന്ന ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളാണ്. അപ്പം ഇവർക്ക് എത്രമാത്രം, അപ്പം നമ്മൾ ഒരാളുടെ ചാറ്റ് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരാളുടെ ഒരു ക്വസ്റ്റ്യൻ, ഞങ്ങൾ ഇപ്പം ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷങ്ങളായി, 2016 തുടങ്ങിയതാണ്. അപ്പോൾ നമുക്ക് ഒരാൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ചാറ്റിൻ്റെ പാറ്റേൺ കാണുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സംശയങ്ങളുടെ സ്പീഡ് കാണുമ്പോൾ ഒക്കെ നമുക്കറിയാം ഇവർ ഏത് രീതിയിലാണ്, ഇവർക്ക് റിസ്ക് ഉണ്ടോ, ഇവരെന്താണ് സംഭവം. ചിലരോട് ഞങ്ങൾ ആദ്യമേ പറയും, നിങ്ങൾ ഇവിടെ അല്ല നോക്കേണ്ടത്, നിങ്ങൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങളൊരു സൈക്കാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് ഒരു 6 മാസം ആൻസൈറ്റിയുടെ മരുന്നെടുക്കണം എന്ന് പറയാം. അപ്പോൾ ചിലവർക്ക് അത് നമ്മളോട് ദേഷ്യം തോന്നും, അല്ലെങ്കിൽ ചിലവരത് ഇതെന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ തോന്നും. ഞങ്ങൾക്ക് ഈ ഒരു കാര്യം, ഞങ്ങൾ ഇത്രയും വർഷങ്ങളായിട്ട് ഈ HIV റിസ്ക് അനലൈസിങ്ങിൽ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ റിസ്ക് അനലൈസിങ് ചെയ്യുന്ന ഞങ്ങളാണെന്ന് തോന്നുന്നു. കാരണം 100% ആക്യുറസിയാണ് ഞങ്ങളുടെ HIV റിസ്ക് അനലൈസിങ്ങിന്. അപ്പോൾ അത്രയും രീതിയിലുള്ള ഞങ്ങൾക്ക് അറിയുള്ളൂ. നിങ്ങൾ ചെറിയ സംശയങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവരുടെ ആ ബ്രെയിൻ തോട്ട്സ് അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു തോട്ട് പ്രോസസ്സ് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് റീഡ് ചെയ്യാൻ പറ്റും. ചിലവരുടെ ചിലവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഓവർലാപ്പ് ചെയ്യുന്നവർ, ഇങ്ങനെ പലതരത്തിലുള്ള ആളുകൾ. നമ്മൾക്ക് ഈച്ച് ആൻഡ് എവ്രിത്തിങ് അവരുടെ ഒരു ശ്വാസത്തിൻ്റെ ആ ഒരു സ്പീഡ് വെച്ച് വരെ ഞങ്ങൾ മനസ്സിലാക്കുന്ന അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാനലാണ് നമുക്കുള്ളത്. ഞങ്ങളുടെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ ഇതുവരെ ആരും ഞങ്ങൾ HIV റിസ്ക് അനലൈസിങ് ചെയ്തിട്ട് 0 റിസ്ക് എന്ന് പറയുന്ന ആർക്കും ആ ഒരു പ്രശ്നം വന്നിട്ടില്ല, ആ ഒരു ഇൻസിഡൻറ്റ് കൊണ്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇതുപോലെ ടെൻഷൻസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഞങ്ങൾ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ കണ്ടു നോക്കുക.
അതിനകത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു 90% കാര്യങ്ങൾക്കും ആൻസർ കിട്ടും എന്നുള്ളതാണ് സത്യം. ഇനി അതിനുശേഷം വീണ്ടും വീണ്ടും ഈ പ്രശ്നം ട്രിഗർ ചെയ്യുന്നുണ്ട്. ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ കുറച്ച് സമാധാനം കിട്ടും, അല്ലെങ്കിൽ ആരോടെങ്കിലും ഒരു സുഹൃത്തിനോട് നിങ്ങൾക്കിത് ചിലപ്പോൾ പറയാൻ പറ്റില്ല, ഓഫ് കോഴ്സ് വീട്ടിൽ പറയാൻ പറ്റില്ല. അപ്പോൾ ആരോടെങ്കിലും അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ മാത്രം സർവീസ് എടുക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ HIV അല്ലെങ്കിൽ STD സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് സംബന്ധമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾക്കാണെങ്കിലും ശരി, അതിൻ്റെ സർവീസുകൾക്കാണെങ്കിലും ശരി, ഭയങ്കര റേറ്റാണ്. അപ്പോൾ ഇതൊക്കെ ആലോചിക്കുക. നമ്മൾ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നതല്ല, നിങ്ങളുടെ പണം നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ എന്ന് വിചാരിച്ച് പറയുന്നതാണ്. ഇനി അതുപോലെ നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഞങ്ങളെ ഓൺലൈൻ വഴി ബന്ധപ്പെടുകയോ ഞങ്ങളോട് സംസാരിക്കാനായിട്ടുള്ള അവസരം ഒരുക്കുകയോ ഞങ്ങളുടെ മെഡിക്കൽ കൗൺസിലിംഗ് ടീമുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു നല്ല സമാധാനവും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയും ടെൻഷൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. അതേ നേരെ മറിച്ച് നിങ്ങളൊരു 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ടെൻഷൻ്റെ പീക്കിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റ് ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടാവും, മറ്റ് ഓർഗൻസിന് ടെൻഷൻ കൊണ്ട് പ്രശ്നം ഉണ്ടാവും, നിങ്ങളുടെ വെയിറ്റ് ലോസ് ഉണ്ടാവും, കുറേ അധികം പ്രശ്നങ്ങളുണ്ടാവും. നിങ്ങൾക്ക് ഒരു പാനിക് അറ്റാക്കിലേക്ക് വരെ നിങ്ങളെ എത്തിക്കാനായിട്ട് ആ ഒരു നിങ്ങളുടെ തെറ്റായിട്ടുള്ള ചിന്തകൾ മതി. ചിന്തകൾക്ക് ഭയങ്കരയേറെ പവറുണ്ട് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടാതിരിക്കുക, ആവശ്യമില്ലാതെ ഗൂഗിൾ സെർച്ച് ചെയ്യാതിരിക്കുക. ഫസ്റ്റ് കാര്യമാണ്, ദയവ് ചെയ്ത് HIV സിംറ്റംസ് പറഞ്ഞ് ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്യരുത്. വൈറോളജിസ്റ്റുകളല്ലാതെ പറയുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് അങ്ങനെ വന്നു, അല്ലെങ്കിൽ ചില മാധ്യമ റിപ്പോർട്ടുകൾ കണ്ടു, സിറിഞ്ച് എക്സ്ചേഞ്ച് ചെയ്ത് അവിടെ 100 കണക്കിന് കുട്ടികൾ പോസിറ്റീവായി. ഇതൊന്നും കണ്ണുമടച്ച് വെള്ളം ഒഴിക്കാതെ വിഴുങ്ങാനായിട്ടുള്ള സംഭവങ്ങളല്ല. ഇതൊന്നും നിങ്ങളെ ടെൻഷനാക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഓപ്പണായിട്ട് ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ പറയും നിങ്ങൾക്ക് റിസ്ക് ഉണ്ടോ ഇല്ലയോ, നിങ്ങൾ ടെൻഷൻ അടിക്കണോ അല്ലെങ്കിൽ നമുക്ക് ടെസ്റ്റ് എടുക്കണോ, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഹാൻഡിൽ ചെയ്ത് തരും. ദയവ് ചെയ്തിട്ട് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ എടുത്തിട്ട് നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ആരോഗ്യത്തെയും ഒന്നും തെറ്റായിട്ട് കൊണ്ടുപോകാതിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.